19 മാസം അതിനിടെ വലിച്ചു കയറ്റിയത് 70 ലക്ഷം രൂപയുടെ കൊക്കൈൻ. ഒടുവിൽ യുവതിക്ക് മൂക്കു തന്നെ നഷ്ടമായി. ഈ പറയുന്നതിൽ അതിശയോക്തി തെല്ലുമില്ല കേട്ടോ. അമേരിക്കയിലെ ഷിക്കാഗോ സ്വദേശി കെല്ലിക്ക് കൊക്കൈന്റെ അമിത ഉപയോഗം കൊണ്ട് ഒരു അവയവം തന്നെയാണ് നഷ്ടമായത്. ഇതാണ് കെല്ലി കൊസൈറ. 2017 ഒരു നൈറ്റ് പാർട്ടിയാണ് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. പലതരം മദ്യവും മറ്റ് ലഹരികളും നിറഞ്ഞ ആ ഒരു രാത്രി കൂട്ടുകാർക്കൊപ്പമാണ് കെല്ലി പാർട്ടിക്കെത്തിയത്. മദ്യം ശീലമായിരുന്ന കെല്ലി അവിടെ വെച്ചും നന്നായി തന്നെ മദ്യപിച്ചു. പക്ഷെ പാർട്ടിയിലെ വൈബ് വേറെയായിരുന്നു. ചിലർ സിന്തറ്റിക് ലഹരിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ പരീക്ഷിക്കാനായി സാധനമെത്തി. ഗംഭീരമാണ്, ട്രൈ ചെയ്യൂ, ശീലമാക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് സുഹൃത്ത് തന്നെ കൊക്കൈൻ വെച്ചു നീട്ടി. തുടക്കത്തിൽ അവൾ സ്നേഹപൂർവ്വം ആ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ പലവട്ടം നിർബന്ധിച്ചപ്പോൾ അവൾ വഴങ്ങി. അങ്ങനെ കെല്ലി ജീവിതത്തിൽ ആദ്യമായി കൊക്കൈൻ ഉപയോഗിച്ചു. പിന്നെ അത് ഇടയ്ക്കിടെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അതൊരു ശീലമായി മാറി. മാസങ്ങൾ കൊണ്ട് അവൾ കൊക്കൈന് അടിമയായി മാറി. ഉപയോഗം കൂടിയതോടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. മൂക്കിന് വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. പക്ഷെ അവരത് കാര്യമാക്കിയെടുത്തില്ല. ഇങ്ങനെയെല്ലാം ആകുമെന്ന് സ്വയം കരുതി മുന്നോട്ടു പോയി. ഒരു രാത്രിയിൽ ബെഡ്റൂമിൽ കൊക്കൈൻ ഉപയോഗിക്കുന്നതിനിടെ കെല്ലിയുടെ മൂക്കിൽ നിന്നും രക്തം ഒഴുകുവാൻ തുടങ്ങി. അവൾ അത് തൂവാല കൊണ്ട് തുടച്ചു. പിന്നീട് വീണ്ടും വലിച്ചു. മൂക്കിന്റെ ഭാഗത്തെ മാംസം ഇടയ്ക്കിടെ ചെറിയ കട്ടകളായി ഇളകി വരുവാൻ തുടങ്ങി. ഇത്രയും ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടും അവൾ ആശുപത്രിയിൽ പോയില്ല. മാത്രമല്ല, ഈ കടുത്ത വേദനയിൽ നിന്നും രക്ഷ നേടുവാൻ കൂടുതൽ ഡോസ് ഉപയോഗിക്കുവാനും തുടങ്ങി. മൂക്ക് നഷ്ടപ്പെട്ടാലും ലഹരിയില്ലാതെ പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥ. മൂക്കിലെ മുറിവ് സ്വയം കരിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. വേദന മാറുവാനായി ഈ ലഹരി ഉപയോഗിക്കുന്നത് അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ മൂക്കിന്റെ സ്ഥാനത്ത് ഒരു ദ്വാരം മാത്രമായി മാറി. ഇതോടെ വീട്ടുകാർ ഇടപെട്ടു. കെല്ലിയെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കെല്ലിയുടെ മുഖത്ത് 1ഉം 2ഉമല്ല 15ലധികം ശസ്ത്രക്രിയകളാണ് നടത്തിയത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മാംസവും ചർമ്മവും എടുത്താണ് കെല്ലിയുടെ മൂക്ക് ഡോക്ടർമാർ പുനഃസൃഷ്ടിച്ചത്. അതിനുശേഷം കെല്ലിയെ നേരെ കൊണ്ടുപോയത് ഡി അഡിക്ഷൻ സെന്ററിലേക്കാണ്. മാസങ്ങളോളം അവിടെ ചികിത്സയിലായിരുന്നു കെല്ലി. ഇപ്പോൾ ലഹരിക്കെതിരായ പ്രചാരണ രംഗത്തും സജീവമാണവർ. ആദ്യമൊക്കെ ഉപയോഗിക്കുന്നത് ഇത് വല്ലപ്പോഴുമല്ല എന്ന് കരുതിയാവാം. എന്നാൽ ഇത് തീർത്തും അപകടകരമാണ്. ഇതിന്റെ അഡിക്ഷൻ നമ്മൾ കരുതും പോലെയേ അല്ല. എത്ര നിയന്ത്രിക്കുവാൻ ശ്രമിച്ചാലും ഒടുവിൽ ഇതിന് അടിമയായി മാറാം. അത് തകർക്കുക നിങ്ങളുടെ സുന്ദരമായ ഈ ജീവിതത്തെ തന്നെയാണ്.